നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് 1000 വർഷം മുൻപത്തെ ഒരു ഗ്രാമത്തിൽ ചെന്ന് പെട്ടുപോകുന്നു. നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാൻ മാത്രമാണ്. വിശന്ന് വലിഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് അവിടുത്തെ ഗ്രാമത്തലവൻ ആഹാരം നൽകുന്നു. നിങ്ങൾ ഫാൻ വെയിലുള്ള സ്ഥലത്തേക്ക് പിടിക്കുന്നു. വെയിൽ തട്ടുമ്പോൾ ഫാൻ തന്നെ കറങ്ങുന്ന കണ്ട് ഗ്രാമത്തലവൻ ഞെട്ടിപ്പോകുന്നു. കൈ അനക്കാതെ കാറ്റ് തരുന്ന ഈ വിചിത്ര പക്ഷി ഏതാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. നിങ്ങൾ ഫാൻ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അത് സ്വയം നിൽക്കുന്നു. വെയിലത്ത് വെക്കുമ്പോൾ വീണ്ടും കറങ്ങുന്നു. സൂര്യപ്രകാശത്തെ കാറ്റായി മാറ്റുന്ന നിങ്ങളെ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. ഈ വാർത്ത ഗ്രാമത്തിലുള്ള എല്ലാ ധനികരും അറിഞ്ഞു. അങ്ങനെ അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങി. നിങ്ങൾ ഫാൻ ഓരോരുത്തരുടെയും മുഖത്തിൻ്റെ നേരെ പിടിക്കാൻ തുടങ്ങി. കാറ്റ് കൊള്ളാൻ വേണ്ടി അവർ നിങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ തരാനും തുടങ്ങി. അപ്പോൾ ഇത് പെട്ടെന്നൊരു മേഘം വന്ന് നമ്മുടെ സൂര്യനെ അങ്ങോട്ട് മറച്ചു കളഞ്ഞു. ഫാൻ പതുക്കെ നിൽക്കാനും തുടങ്ങി. മാന്ത്രിക പക്ഷിക്ക് എന്ത് പറ്റി എന്ന് നാട്ടുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മാന്ത്രിക പക്ഷി സൂര്യനായിട്ട് പിണങ്ങിയതാണെന്ന്. സൂര്യനായിട്ട് ഇണങ്ങാൻ വേണ്ടി നാട്ടുകാർ പൂജയും തുടങ്ങി. രാത്രിയാകുമ്പോൾ ഫാൻ വർക്ക് ചെയ്യാതെയാവുന്നു. കാറ്റ് വരാത്തതുകൊണ്ട് നാട്ടുകാർ വിചാരിക്കും നിങ്ങൾ അവരെ പറ്റിച്ചതാണെന്ന്. പൂജ നടത്തിയിട്ട് ഫാനും കറങ്ങുന്നില്ല എന്ന് നാട്ടുകാർ ചിന്തിക്കാൻ തുടങ്ങും. രാത്രിയിൽ കാറ്റ് തരാത്ത ഈ യന്ത്രം ഒരു പാപിയാണെന്ന് പറഞ്ഞ് അവർ ഈ യന്ത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി വരും. നിങ്ങളപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഫാനിലെ ആ ചെറിയ LED ലൈറ്റുകൾ കത്തുന്നത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സൂര്യദേവൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് അവർ പറഞ്ഞ് വീണ്ടും ഫാനിൻ്റെ മുമ്പിൽ വണങ്ങാൻ തുടങ്ങും. പിറ്റേന്ന് രാവിലെ നിങ്ങൾ കാണുന്നത് ഗ്രാമത്തലവൻ ആ ഫാൻ തൻ്റെ കുതിരയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നതാണ്. കുതിര ഓടുമ്പോൾ ഫാൻ കറങ്ങുമെന്ന് അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി. കുതിരയുടെ മുഖത്തേക്ക് കാറ്റടിക്കാൻ തുടങ്ങിയപ്പോൾ കുതിരയുടെ ബെല്ലും ബ്രേക്കെല്ലാം പോയിട്ട് കുതിര എങ്ങോട്ടൊന്നോ ഇല്ലാതെ ഓടാൻ തുടങ്ങി. ഇത് കണ്ട് ഗ്രാമത്തലവൻ അതിൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. തടി കേടാവെന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടാനും തുടങ്ങി.